പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനെങ്ങനെ എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും കണ്ടെത്തി എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊന്ന് ബാങ്കിൽ പോയി വരാനുണ്ട്. അതിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ ബാങ്കിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്നതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് 1 മണി കഴിഞ്ഞില്ല. അപ്പോൾ കടകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് കട നോക്കി കണ്ടില്ല, ഒക്കെ പൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് തണ്ണിമത്തനും ആപ്പിളൊക്കെ കൊല്ലണമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികൾ കാത്തിരുന്നു, ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഉള്ള ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. പിന്നെ പഴം ഉണ്ടായിരുന്നു, അത് ആമി കഴിക്കില്ല, മിൽക്ക് കഴിക്കുള്ളൂ, അത് കൊടുത്തു കൊടുത്തു. ഇനി എന്താ, അവരിപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ്. എന്തെങ്കിലും കിട്ടും വെച്ചാൽ ഞാൻ തന്നെ ഭക്ഷണം കഴിച്ചില്ല. 1:30 എന്താ ആമി കാട്ടണത്, വികൃതി ഇരിക്കുള്ളേ. പിന്നെ എന്താ വെച്ചാൽ ഇതന്നെയാണ് ഇപ്പം എൻ്റെ സമയം പോക്ക്. എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ രാവിലെ 2 ദോശ കഴിച്ചതാണ്. ഞാൻ ബാങ്കിൽ തിരക്കായിരുന്നേ, നേരെ വൈകി. പിന്നെ അവിടെ ഓട്ടോറിക്ഷയൊക്കെ വിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് വൈകി. അതുണ്ടായത്. അപ്പോൾ അവരിതുണ്ടായിരിക്കണുണ്ടോ, മിക്കു ഇതായിരിക്കണം, ആമി ഇതായിരിക്കണം. ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇനി കനത്തില്ല കിട്ടണം. ഞാൻ കൊണ്ടുവന്ന് തരാം, നോക്കട്ടെ. ഞാൻ ഒരു കോഴിമുട്ട ഉണ്ടാക്കി തരാം, അമ്മപ്പം ഉണ്ടാക്കി തരാം. ചൂടെടുത്തിട്ടേ ഇവർ രണ്ടാളെ ചൂടെടുത്തിട്ട് കുളിപ്പിക്കണം. മിക്കുവിനെ എവിടെയൊക്കെ ചൂട് ചെയ്യാം. കുടിക്കൂടെയൊക്കെ പോയി. ഞാൻ തരാട്ടോ. ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു. ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു. ബിസ്ക്കറ്റ് വേണോ മിക്കുവിന്? അതിന് കുറേ നടക്കും. ബിസ്ക്കറ്റ് പാത്രം തുറന്നാൽ നിൽക്കുക. ബിസ്ക്കറ്റ് പാത്രം ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു. ആമി അവിടെ ഇരിക്കേ. അവളെ മുഖത്ത് നക്കുള്ളൂ. അവിടേക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. ഒരു നോട്ടം പോയി കൊടി കൂടെ ഓടി, കൊടി കൂടെ ഓടിയടാ. അവിടെ ചെറുപ്പയുടെ കുട്ടിയുടെ ഇപ്പൊ മുടിയിട്ടില്ല. ഓയിൽമെന്റ് എവിടെ കൂടെ ആ മിറ്റത്തൊക്കെ പോയിട്ടുണ്ട്. തണുപ്പ് ചെവി വെച്ചിട്ട് കുട്ടിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, ഇവരെ രണ്ടാളെയും നോക്കിയിട്ട് തന്നെ എൻ്റെ ഒരു ദിവസം അങ്ങനെ അവർക്ക് ഞാൻ വേണം ഇപ്പോഴും. അതേപോലെ തന്നെ എനിക്കും അതെ, ഞാൻ ഇവരെ വിട്ടിട്ട് എങ്ങോട്ടും പോകുമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വയ്യാതായതിന് ശേഷമാണ് ഇപ്പോൾ അങ്ങനെ ആയത്. ഇപ്പോൾ ഞാൻ അന്ന് ആ ബാങ്കിൽ പോയെന്നപ്പോഴേക്കാണ് ഞാൻ ക്ഷീണിച്ചെണ്ണു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് വന്നു. കുട്ടികളെ എന്തെങ്കിലും കൊണ്ടെന്ന് വിചാരിച്ച് കാത്തിരുന്നത്, അതൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഈ ജോലിക്ക് പോയും കൊണ്ട് ഇരുന്ന ഒരാൾ പെട്ടെന്ന് എൻ്റെ ഒരു അസുഖവും മറ്റുള്ള ഇതൊക്കെ പാടെ കാരണം ഞങ്ങൾ കടത്തിലേക്ക് അങ്ങോട്ട് മുങ്ങി. അപ്പോൾ എനിക്കും വരുമാനമില്ല, 1 രൂപ എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഭ്രാന്തത്തിയായിട്ട് എത്രയും നമ്മൾക്ക് ഒരു മാസത്തിൽ ഒരു 10,000 20,000 സാലറി കിട്ടുന്ന ഒരാൾ പെട്ടെന്ന് അസുഖത്തിലേക്ക് അങ്ങോട്ട് വീഴുകയും ചെയ്യുക. ഒരു 5 പൈസ കയ്യിലെടുക്കാതെ അതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടും നമ്മൾ തകർന്നു പോകും. അതിൽ നിന്നൊക്കെ എൻ്റെ അമ്മ വന്നോക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു 50 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഒരാളെ നിന്നും കിട്ടാനില്ല. അത്രയും ഞങ്ങളിങ്ങോട്ട്
എന്താ ഞാൻ പറയുക, ആ ഒരു അവസ്ഥയിലേക്കാണ്ട് എത്തിയിരുന്നു. ഞാൻ പിന്നെ ഒരു 50 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ആരോടും ചോദിച്ചില്ല, കാരണം എല്ലാവരുടെ കയ്യിലും ഇല്ലാത്തൊരു സമയമായിരുന്നു. കുട്ടിയാണെങ്കിൽ എനിക്ക് സീരിയസ് ആയി പറഞ്ഞിട്ട് വന്ന് അവൻ പോയ സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വിളിച്ച് ചോദിക്കുക അതൊക്കെ. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോൾ മാറിയത് എങ്ങനെയാണെന്നറിയോ, എനിക്ക് വലിയ രാവിലെയും വൈകുന്നേരത്തും വിളക്ക് വയ്ക്കും, പ്രത്യേക ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോവും, ഇത്രയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ അസുഖം വന്ന് ഇങ്ങനെ ആയതിന് ശേഷം ഞാൻ ഈ യൂട്യൂബിൽ കൂടെയൊക്കെ ഇങ്ങനെ പിന്നെ ഓരോന്നും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ അറിയാൻ നോക്കി. ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം കുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഇത് വെക്കണം എന്നുണ്ട് കാരണം. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ നമ്മുടെ ഒരു ഭക്തി ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാലും വേണ്ടില്ല, അവളുണ്ട് ഒരു ദിവസം വരുമ്പോൾ ഈ തളികയും ഈ 5 ചരാതും മൺചരാതും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ദീപാവലിക്കൊക്കെ കത്തിക്കണത്. ഇത് കൊണ്ടുവന്ന് തന്നു. ഞാൻ പുലർച്ചെ 5 മണിക്ക് എണീച്ചിട്ട് ഞാനിത് കൊളുത്തിയിരുന്നു. പക്ഷേ എനിക്കതിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദൈവം വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അമ്മയുടെ മരണമൊക്കെ കഴിഞ്ഞു, അത് ഒരു വഴിക്ക്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ എങ്ങനെയും കുട്ടി അയച്ചു തരും, ആ രീതിയിലൊക്കെ അമ്മ എന്തിനേലും ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തരും മോള്. ആ ഒരു രീതിയിലേക്ക് ഇപ്പം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ചെയ്തിട്ടൊന്നല്ല, നമുക്കൊരു വിശ്വാസമല്ലേ. എന്നാലും എനിക്ക് കുറേ ഭേദം വന്നു. വീട്ടിലൊക്കെ എല്ലാം ഉള്ള പോലെ, അന്നൊന്നും ഒന്നും ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. ആകെ വിഷമിച്ച് എല്ലാം ഉള്ളിടത്തുനിന്ന് നമ്മൾ പെട്ടെന്നൊന്നും ഇല്ലാതെ ആകുമ്പോൾ, കാരണം നമ്മൾ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു സമാധാനമല്ലേ. എന്ത് കാര്യത്തിനും ഒരാളോട് ചോദിക്കേണ്ട, കയ്യിൽ എപ്പോഴും പൈസ ഉണ്ട്. ഞാൻ കുട്ടികളുടെ കാര്യമായാലും ഞാൻ നോക്കും, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് മുടങ്ങാതെ കത്തിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് പറ്റാതെ ഇപ്പോൾ അത് അങ്ങനെയുണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് തിരിയൊക്കെ ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെടുന്ന എടുത്ത് വൃത്തിയാക്കുകയാണ്. അതെ, ഇനി തുടങ്ങണം. എന്നും കത്തിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. രാവിലെ കുളിച്ച് പിന്നെ നമ്മൾ ശുദ്ധിയായിട്ട് ഇത് കത്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക കുറച്ച് നേരം. എന്നിട്ടൊക്കെ എന്നാൽ പിന്നെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. ഞാനത് ചെയ്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് ചെറിയ മാസമൊക്കെ ആകുമ്പോൾ പറ്റാതിരിക്കും. മുഴുവനാക്കാൻ എനിക്ക് പറ്റില്ല, 41 ദിവസം ചെയ്യണം എന്നൊക്കെ പറയുക. പക്ഷെ എനിക്കത് മുഴുവനാക്കാൻ എപ്പോഴും പറ്റില്ല. ഞാൻ എന്നാലും പിന്നിങ്ങനെ ഇത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെയും തുടങ്ങും കത്തിക്കൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതേപോലെ വിഷമം അനുഭവിക്കുന്നവരോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാമെന്നറിയോ, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒന്ന് കത്തിക്കാൻ നോക്കുക. നല്ലതാണത്. അത് കിഴക്കോട്ട് ഈ 5 ചരാത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടും കത്തിക്കാമെന്ന് പറയും. ഞാൻ കിഴക്കോട്ടാണ് കത്തിച്ചു തരുന്നത്. രാവിലെ 5 മണിക്ക് ഒരു 5:30 മുന്നേ ചെയ്യണം അത്. എന്നിട്ട് നമ്മൾ ശുദ്ധിയുള്ള സമയത്ത് അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ട് ചെയ്യുക. എന്നാൽ നല്ല നമുക്ക് എന്നിട്ട് ആ സമയത്ത് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ നമുക്കത് മെല്ലെ ആയാലും നമുക്കത് ശരിയായി വരും. മനസ്സിനൊരു സന്തോഷം, നമ്മളൊരു സന്തോഷം വരും. ഞാൻ അപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് വലിയ കുറേയൊക്കെ മനസ്സിന് സന്തോഷം, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മാറ്റങ്ങളൊക്കെ ഞാൻ ഓരോന്നായി പറയുന്നുണ്ട്. ഇതുകൊണ്ട് ആണെന്ന് മാത്രം ഞാൻ പറയണില്ല. ഇനിയിപ്പോൾ ഈ വിളക്ക് കത്തിക്കാൻ പറ്റാത്തവരുണ്ടാവും, അവർക്കും 5 മണിക്ക് എണീച്ചിട്ട് കൈകാലും മുഖമൊക്കെ കഴുകിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക അവരുടേതായ രീതിയിൽ. പിന്നെ വിളക്ക് കത്തിക്കാത്തവരാണെങ്കിൽ കത്തിക്കാതെ തന്നെ ഇരുന്നിട്ട് അവർക്ക് ഭൂമി നമ്മളെല്ലാതും നേരവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ആ സമയത്ത് എല്ലാ ശക്തികളും ഉണർന്നിരിക്കുന്ന സമയമാണെന്ന് പറയുക. ആ സമയത്ത് പ്രാർത്ഥിക്കുക നന്നായിട്ട്. അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ കിടന്നുറങ്ങരുതേ. പിന്നെ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ പണി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചത്, മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിലേക്ക് വരും.